ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വുഡ് എന്ന വാക്കിനെ കുറിച്ചുള്ള കുറച്ച് യൂസേജസ് ആണ്. അതായത് ഈ വുഡ് എന്നൊരു യൂസേജ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. അതായത് മലയാളത്തിൽ വുഡ് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സാഹചര്യങ്ങളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, മുട്ട വാങ്ങാമെന്ന് അവൾ പറഞ്ഞു. ഓക്കെ, മുട്ട വാങ്ങാമെന്ന് അവൾ പറഞ്ഞു. ഇത് അവൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം പറയുന്ന കാര്യമാണോ? അല്ലേ, പറയുന്നു എന്നല്ലല്ലോ, പറഞ്ഞു. അതായത് ഇത് നേരത്തെ നടന്നൊരു സംഭവമാണ് അല്ലേ, നേരത്തെ നടന്നൊരു സംഭവമാണ്. സാധാരണഗതിയിൽ മുട്ട വാങ്ങാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാങ്ങുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ? ബൈ എന്ന് പറയാം അല്ലേ. വാങ്ങാമെന്ന് പറഞ്ഞു, അപ്പം ഫ്യൂച്ചറിലുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ വിൽ ബൈ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അല്ല, ഇത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നേരത്തെ അവൾ പറഞ്ഞതാണ് മുട്ട വാങ്ങാമെന്ന്. ആ കേസിൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്താണ് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ്? വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ വരും? മുട്ട വാങ്ങാം എന്ന് അവൾ പറഞ്ഞിരുന്നു. ഇവിടെ ആരാ കാര്യം പറഞ്ഞത്? അവളാണല്ലേ. അപ്പോൾ നമുക്ക് ഷീ എന്ന് ആദ്യം എഴുതേണ്ടി വരും. ഷീ എന്താ പറഞ്ഞത്? ഷീ സെഡ്, പറഞ്ഞു എന്നാകുമ്പോൾ സെഡ് അല്ലെങ്കിൽ ടോൾഡ് ദാറ്റ്. എന്താ പറഞ്ഞത്? മുട്ട വാങ്ങാമെന്ന് പറഞ്ഞു. ദാറ്റ് ഷീ വുഡ് ബൈ എഗ്സ് അല്ലെങ്കിൽ എഗ്, എന്തെങ്കിലും മുട്ട, എഗ്സ് എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബൈ എഗ്സ്. ഇവിടെ എന്തുകൊണ്ടാണ് വുഡ് യൂസ് ചെയ്തത്? കാരണം വാങ്ങാമെന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നമ്മൾ വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തത്? വുഡ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, അല്പം ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട സമയത്ത് നമുക്ക് വുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അല്പം ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വുഡ് ഒരാളോടോ ഒന്നിൽ കൂടുതൽ ആളുകളോടോ ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ വുഡ് യു ലൈക്ക് ടു, അതിനുശേഷം എന്താണോ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് വെച്ചാൽ ആ സെൻറ്റൻസ് എഴുതി കൊടുക്കുക. ഇവിടെ എന്താ? അല്പം ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ. ഇതേ കാര്യം തന്നെ നമ്മൾ വേറെ രീതിയിൽ എഴുതാണെന്ന് വിചാരിച്ചോ. സിനിമ കാണാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു വാച്ച്. വുഡ് യു ലൈക്ക് ടു ഇവിടെ എന്ത് വരും? വാച്ച് എ മൂവി എന്ന് വരും. സിനിമ കാണാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി. ഓക്കെ, ഇനി ഒരു ട്രിപ്പിന് വരാൻ താല്പര്യമുണ്ടെന്ന് എങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് ടു വരാൻ താല്പര്യമുണ്ടോ? ട്രിപ്പിന് വരാൻ താല്പര്യമുണ്ടോ? കം ഓൺ എ ട്രിപ്പ്. വുഡ് യു ലൈക്ക് ടു കം ഓൺ എ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ. താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വുഡ് യു ലൈക്ക് ടു എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. എനിക്കൊരു ലോട്ടറി അടിച്ചാൽ ഞാനൊരു കാറ് വാങ്ങിയേനെ. ലോട്ടറി അടിച്ചാൽ അടിച്ചിരുന്നെങ്കിൽ. ഓക്കെ, എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. ഓക്കെ, എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിയേനെ. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് ഒരിക്കലും നമുക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 100-ൽ 1 അല്ലേ. അപ്പോൾ സാധ്യത വളരെ കുറവായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യാണ്, നമ്മൾ സങ്കല്പിച്ച് പറയാണ്. എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിയേനെ. അപ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യം പറയണം. അങ്ങനെ നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? വുഡ് ഹാവ് എന്ന യൂസേജ് യൂസ് ചെയ്യേണ്ടത്. അതും വുഡിൻ്റെ ഒരു യൂസേജ് ആണല്ലോ അല്ലേ. അപ്പോൾ എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിയേനെ എന്നെങ്ങനെ പറയും? ആദ്യം നമുക്ക് ഈ സെൻറ്റൻസ് എഴുതാം. എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. ഇഫ് ഐ ഹാഡ് വോൺ എ ലോട്ടറി. ഇതെന്താണ്? എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. ഓക്കെ, ഇനി ഞാനൊരു കാറ് വാങ്ങിയേനെ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേനെ എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമുക്കവിടെ വുഡ് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതും? ഞാനൊരു കാറ് വാങ്ങിയേനെ. I would have bought a car. ഞാനൊരു കാറ് വാങ്ങിയേനെ. I would have bought a car. വാങ്ങിയേനെ എന്ന് വന്നതുകൊണ്ടാണ് would have bought a car എന്ന് പറഞ്ഞത്. ചെയ്തേനെ. ഇനി എന്താ ഞാൻ പറയണേ, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വലിയ വീട് പണിതേനെ. ഇതെങ്ങനെ പറയാൻ പറ്റും? If I had a lot of money, ഞാൻ ഒരു വലിയ വീട് പണിതേനെ. I would have
build a big house. ഓക്കെ, അങ്ങനെ പറയാം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഭാഗമുള്ളത് ഒന്ന് തുടച്ച് കളയാം, എങ്കിലും നമുക്ക് മേളിലോട്ട് എഴുതാൻ പറ്റുള്ളൂ. ഈ ഭാഗം ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി മേളിലോട്ട് ഇടാം. ഈ സെൻറ്റൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സെൻറ്റൻസ് ആണ്, മാറിപ്പോരുത്. ദയവായി ഡോറ് തുറക്കുമോ, ദയവായി ഡോറ് തുറക്കുമോ. ഇതെന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, ഒരു റിക്വസ്റ്റ് ആണ്. എന്താണ് ഈ റിക്വസ്റ്റ്? ഒരു അപേക്ഷയാണ്. നമ്മൾ അപേക്ഷിക്കുകയാണ് ഒരാളുടെ അടുത്ത്, പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ദയവായി ഡോറൊന്ന് തുറക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ ചോദിക്കാം? നമുക്ക് ഏറ്റവും പൊളൈറ്റായിട്ട് ഇങ്ങനെ ചോദിക്കാം, വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. അതായത് എസ്പെഷ്യലി നമ്മളെ മേലുദ്യോഗസ്ഥരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒത്തിരി പ്രായം കൂടിയവരുടെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാളുടെ അടുത്തോ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ വുഡ് യു അല്ലെങ്കിൽ വുഡ് എന്ന പ്രയോഗമാണ് ഉപയോഗിക്കേണ്ടത്. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, നിങ്ങൾ ദയവായി ഡോറ് തുറക്കുമോ. ആ ഒരു കേസിലും നമുക്ക് റിക്വസ്റ്റ് ചോദിക്കാനായിട്ട് വുഡ് യൂസ് ചെയ്യാം. അടുത്ത സെൻറ്റൻസ് ഇതാണ് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. അടുത്ത സെൻറ്റൻസ് ഇതാണ് സെൻറ്റൻസ്. നമ്മൾ ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതി. നമ്മൾ ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതി. ഇത് നേരത്തെ കരുതിയതായിരിക്കും. അതായത് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കരുതിയതായിരിക്കും എന്ത്, ലേറ്റ് ആകുമെന്ന്. പക്ഷെ ലേറ്റ് ആയില്ല. ലേറ്റ് ആകുമെന്ന് നമുക്ക് കരുതി. ലേറ്റ് ആയി കാണും, ലേറ്റ് ആയില്ലായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇദ്ദേഹം ഇത് വിചാരിച്ചത്, ഇപ്പോഴല്ല. നേരത്തെ വിചാരിച്ച ഒരു കാര്യം ഇദ്ദേഹം പറയാണ്, നമ്മൾ ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതി. അപ്പൊ ഇവിടെയും ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ടെൻഡൻസി എന്താണ്? ഐ തോട്ട് വിൽ ബി ലേറ്റ് എന്ന് പറയാനായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം നേരത്തെ വിചാരിച്ചൊരു കാര്യമല്ലേ. അപ്പൊ അത് പാസ്റ്റ് ടെൻസിലെ കാര്യമല്ലേ, അതിപ്പോ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ആ കേസിൽ നമ്മൾ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്. അപ്പൊ ഇതെങ്ങനെ പറയാം? നമ്മൾ ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതി. ഞാനാണ് കരുതിയത്. അപ്പം ഐ തോട്ട്, ഞാൻ കരുതി. എന്താണ് ഞാൻ കരുതിയത്? ഐ തോട്ട് നമ്മൾ ലേറ്റ് ആകുമെന്ന്. വി വുഡ് ബി ലേറ്റ് എന്ന് വേണം പറയാൻ. വി വിൽ ബി ലേറ്റ് അല്ല, വി വുഡ് ബി ലേറ്റ്. കാരണം എന്താ? കാരണം ഇത് നേരത്തെ ഞാൻ കരുതിയ കാര്യമാണ്, ഇപ്പൊ കരുതിയ കാര്യമല്ല. നേരത്തെ കരുതിയ കാര്യം ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഐ തോട്ട് ദാറ്റ് അല്ലെങ്കിൽ ഐ തോട്ട് വി വുഡ് ബി ലേറ്റ് ആകുമെന്ന് കരുതി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വുഡിന്റെ യൂസേജ്. എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്. അതായത് നേരത്തെ ചിന്തിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഒരിടത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കേസിലെല്ലാം വില്ല് വരുന്നിടത്ത് എന്താണ് വരേണ്ടത്? വുഡ് ആണ് വരേണ്ടത്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ്. അതുപോലെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് യു ലൈക്ക് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യാം. പിന്നെ വേറെ എവിടെയൊക്കെയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സങ്കല്പിച്ച് പറയുമ്പോൾ, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വലിയ വീട് പണിതേനെ, അല്ലെങ്കിൽ എനിക്ക് ഒരു ലോട്ടറി അടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒരു കാർ വാങ്ങിയേനെ, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേനെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വുഡ് ഹാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കാനായിട്ട്, ഡോറ് തുറക്കുമോ, അല്ലെങ്കിൽ ആ പുസ്തകം ഒന്ന് ദയവായിട്ട് തരുമോ, അല്ലെങ്കിൽ ഇതിലൊന്ന് സൈൻ ചെയ്യുമോ, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് അപേക്ഷിക്കണമെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളുടെ അടുത്തോ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വുഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് വുഡ്. ഒത്തിരി പേര് ലൈവ് സെഷനിലൊക്കെ ഡൗട്ട് ചോദിക്കുന്ന ഒരു വാക്കാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോമെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരമാണ് ഇംഗ്ലീഷ് മിത്രയിലെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മിത്രയിലെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് ഒന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് തുറന്നു പറയുക. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണ്, നിങ്ങൾക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mithra. Stop worrying, start learning.